വേറെ ഇന്ത്യയില് എവിടെ സ്ഥലം എന്നുള്ളത് ഞാൻ മറന്നു. വർഗീസേട്ടന് അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു. എവിടെയോ ഇതുപോലെ ഒരു സ്വാശ്രയ ഗ്രാമം ഒരു കൂട്ടർ തുടങ്ങിയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നെറ്റിൽ കണ്ടിരുന്നു. വർഗീസേട്ടൻ അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പൊ വർഗീസേട്ടൻ അതിന്റെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് എനിക്ക് തിരിച്ചിങ്ങോട്ട് അയച്ചു തന്നു. ഉണ്ട്, ഒരുപാട് സ്വാശ്രയ പദ്ധതികൾ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഗ്രാസ് റൂട്ട് ലെവലില് നടക്കുന്ന ഗ്രാമോ ഉദ്ധാരണ പ്രവർത്തനങ്ങളിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അങ്ങനെ ഇത് പറ്റും. അല്ലാണ്ട് ഒരു ഫിലോസഫിയിൽ നിന്നും ഈ സംഭവം ഉണ്ടാവുക എന്നുള്ളതല്ല. ഉള്ള ഇടത്ത് എപ്പോഴും ഇപ്പൊ നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ഒരു പ്രായോഗിക പദ്ധതിയിലാണെങ്കിൽ പോലും ആളുകളെ, ഗ്രാമീണരെ, നിലവിലുള്ള ഗ്രാമങ്ങളെയും അവിടുത്തെ ഗ്രാമീണ രീതിയിലേക്ക് എത്തിക്കണം എന്നുള്ളത് പാർട്ടിസിപ്പേറ്ററി സ്ട്രാറ്റജി പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് ആളുകളെ എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ച് അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂസിനെയും ചാലഞ്ചസിനെയും മനസ്സിലാക്കിച്ചും ഒടുവിൽ സെൽഫ് റിലയൻസിലേക്ക് അവരെ പതുക്കെ നയിച്ചെത്തിക്കുന്ന ഒരു പരിപാടി. അത് കാലങ്ങൾ കൊണ്ട് ഇപ്പൊ ഗാന്ധിയൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലങ്ങളില്, അതുപോലെ ഭൂതാൻ പോലുള്ള പരിപാടികളൊക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ, അതുപോലെ തന്നെ എന്താണ് നേരത്തെ കഴിഞ്ഞ ദശകത്തില് ഒരു ഡൽഹിയിലെ ഒരു ആളുണ്ടായിരുന്നല്ലോ, എന്തെയോ പേര് പറഞ്ഞു, പതഞ്ജലിയുടെ ആളുടെ ഒക്കെ കൂടെ അവരൊക്കെ ചേർന്നൊരു വലിയ സമരം നടത്തിയിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അപ്പൊ അവർക്ക് അതുപോലുള്ള അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് പേര് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ഗ്രാമസ്വരാജിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ അതിനെ കുറച്ചുകൂടെ ഗ്രാമസ്വരാജ് പോലുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സൊല്യൂഷൻ മാത്രമല്ലാതെ ഒരു ഇന്റഗ്രേറ്റഡ് ഹ്യൂമൻ റൈസിന് ഉള്ള ഒരു ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻ എന്ന രൂപത്തിൽ നമ്മൾ ഇത് മുമ്പോട്ട് വയ്ക്കുന്നത്. ഇവിടെ പിന്നെ സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടാണെങ്കിലും ശരി, സ്പിരിച്വൽ ആണെങ്കിലും ശരി, സയന്റിഫിക് ആണെങ്കിലും ശരി, ജനത്തിന് ഇതിനൊന്നും അല്ല താല്പര്യം. കാരണം നമ്മൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇംപ്ലിമെന്റേഷൻ ഈസ് നോട്ട് സോ ഈസി ഹിയർ. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് അക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. സജി, ഷംസു സൈലൻസ് ഒന്ന് പരിചയപ്പെടുത്തോട്ടോ. ഇതൊരു നമ്മളൊരു റിലേറ്റീവ്സിന്റെ ഒരു പ്രോഗ്രാമാണ്. അതിൽ എത്തുന്ന അതിഥികളും ഒന്ന് പരിചയപ്പെടുത്തുക എന്നൊരു കാര്യമുണ്ട്. ആദ്യമായിട്ട് പരിചയപ്പെടുത്തുമ്പോ ഒന്ന് മുഖം കാണിക്കും ചെയ്യും. കേൾക്കാം, പറയും. ഞാൻ കോവിഡിന്റെ തുടക്കത്തിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ചില പ്രോഗ്രാമിലൊക്കെ പോകാൻ കയറുന്നൊക്കെ ചെയ്തിരുന്നു. പിന്നെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വിട്ടുപോയത്. സമയം കിട്ടിയപ്പോ കയറി മാത്രം. ഓക്കെ, സന്തോഷം. മറന്നിട്ടില്ല ചുരുക്കം. സന്തോഷം. ഓക്കെ, എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. കോവിഡും പ്രതിസന്ധികളും കഴിയുമ്പോൾ നമുക്ക് ഈ വിഷയങ്ങളൊന്നും വേണ്ടാതാവുന്നു എന്നുള്ളതാണ്. പിന്നെയും ഞാൻ അങ്ങയുടെ ഒരു പറച്ചിലിൽ നിന്ന് ഞാൻ തുടങ്ങിയതുള്ളൂ. അങ്ങയുടെ പ്രശ്നം അതാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങ് പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് ഞാൻ തുടങ്ങിയെന്നുള്ളൂ. പൊതു സമൂഹത്തിന്റെ ഇപ്പൊ കാണുന്ന ഒരു പ്രശ്നമാണ്. അതായത് they are not turning back after corona. കാരണം പോസ്റ്റ് കൊറോണ സിറ്റുവേഷൻസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്. കൊറോണ കഴിഞ്ഞിട്ട് ഇത്രയായിട്ടും ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ചുറ്റും. ഞാൻ അന്ന് പറഞ്ഞ സമയത്ത് പച്ചക്കറിയുടെ വിലയുടെ ഏതാണ്ട് 2 മുതൽ 3 ഇരട്ടി വരെയായി. പക്ഷെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. അത് മറ്റേ നമ്മുടെ പെട്രോൾ ഡാം പറഞ്ഞ പോലെ, എവിടെയാ പെട്രോളിന് വില കൂടിയത്? അന്നും ഇന്നും ഞാൻ 50 രൂപയ്ക്കാണ് പെട്രോൾ, എന്നിട്ടും വില കൂടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പോ പനിയും ചുമയും ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ശബ്ദക്കേടുണ്ട്. അതെ. അപ്പോ അല്ല, അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോ നമ്മള് ജനത്തെ കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു പേരിൽ നമ്മൾ കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കണം. നാട്ടിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, മൊത്തം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ആ പറച്ചിൽ നിർത്തുന്ന നിമിഷം ആളുകൾ നമ്മൾ വിട്ടുപോകും.
അപ്പോ അനുഭവം അല്ലേ? അതാണ് അനുഭവം. അപ്പോ അല്ലെങ്കിൽ പിന്നെ അവരെ സുഖിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഞാനിപ്പോ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഒരു ചെറിയ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള യൂട്യൂബ് ചാനലുകളുടെ അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ലിസ്റ്റും അവരുടെ ഇൻകം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ചെറിയൊരു അന്വേഷണം നടത്തിപ്പോയി. അപ്പൊ അവരുടെ കോണ്ടന്റും ഒരു വിഷയമായിരുന്നു. അതിൽ എംഫോർടെക് ആണ് അതിൽ ഒന്നാമത്തെ സ്ഥാനത്ത്. ഉറപ്പായിട്ടും പുള്ളി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ കാണിക്കുന്നതിൽ എനിക്ക് ഇങ്ങനെയല്ല വേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. എങ്കിലും പുള്ളിയുടെ എഫേർട്ട് ഇസ് വെരി ഹൈ. അതിനുശേഷം വന്നുള്ള ചാനലുകളിൽ ഭൂരിഭാഗം പേരും ഒരാളുടെ കാമുകിയെ കാണാൻ പോയി, അപ്പോ അയാളുടെ വേറൊരു കാമുകിയെ കാണാൻ വന്നു, ഇങ്ങനെയുള്ള വിശേഷങ്ങൾ മാത്രമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ആ സമയത്ത് ഒരു പുട്ട് തിന്നു, പുട്ടിന്റെ പീരയില് അതായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ കറിയിൽ ഉപ്പ് കൂടി, മുളക് കുറഞ്ഞു. ഇതൊന്നും ഒരു ഇഷ്യൂ അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ കൺസേൺ ആണ്. പക്ഷേ ആ പേഴ്സണൽ കൺസേൺസ് ആണ് അവരെ ഈ നമ്മുടെ വിഷയങ്ങളുടെ ആളുകളുടെ താല്പര്യമുള്ള വിഷയങ്ങളുടെ ടോപ്പിൽ കൊണ്ട് നിർത്തുന്നത്. അതേസമയം നമ്മൾ ഇവിടെ എൻവയോൺമെന്റിനെ കുറിച്ച് പറയുന്ന, അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്ന ഒക്കെ ഒട്ടേറെ ചാനലുകളുണ്ട്. പീപ്പിൾ ആർ നോട്ട് ബോധേഡ് അബൌട്ട് ദാറ്റ്. അതിന്റെ ഇടയിലാണ് നമ്മൾ ജീവിതത്തിന്റെ സർവ്വ പ്രശ്നങ്ങളെ കുറിച്ചും സർവ്വ കാര്യങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒളിമ്പസിന്റെ ചാനലില് 7 വ്യൂ 6 വ്യൂ ഒക്കെയാണ് ഉള്ളത്. മറ്റേത് 25 ലക്ഷം 26 ലക്ഷം വ്യൂസ് ഉള്ളിടത്താണ് നമ്മുടെ ചാനലിൽ 3 വ്യൂ 4 വ്യൂ ഉള്ളത്. അത് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ പ്രചരിപ്പിക്കാറില്ല എന്നൊരു മറ്റൊരു വശം എങ്കിലും. അപ്പോ ജനത്തിന്റെ താല്പര്യം അതാണ്, അത്തരത്തിലാണ് പോകുന്നത്. അപ്പോ ഇഷ്യൂസ് മാറുന്ന സമയത്ത് പിന്നെ ആളെ കാണാൻ കിട്ടില്ല ആളുകളെ. അങ്ങേക്ക് ഇത് വീണ്ടും ഓർത്തെടുത്തിട്ട് വരാൻ തോന്നി എന്നുള്ളത് വലിയ കാര്യം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഇന്നത്തെ ചോദ്യോത്തരങ്ങളിലേക്ക് പോവാം. ചോദ്യങ്ങളുള്ളവരൊന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക. ഇക്കണോമി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ പ്രായോഗിക തലത്തിൽ ഗിഫ്റ്റ് ഇക്കോണമി എന്നുള്ളത് പ്രായോഗിക തലത്തിൽ എങ്ങനെയാകും എന്നുള്ളത്, അതിന്റെ വിജയപരാജയങ്ങളെ കുറിച്ചുള്ള ബോധറേഷൻ ഇല്ലാതെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇതുവരെ ചെയ്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിതുവരെ അത് പരാജയമായിട്ട് അനുഭവിച്ചിട്ടില്ല. കാരണം ഇവിടെ ആര് വന്നാലും അവര് നമ്മുടെ പാർട്ടാണെന്നും ഞാൻ എങ്ങനെയാണോ ഇവിടെ കഴിയുന്നത് അതേ അർത്ഥത്തിൽ അതേ രൂപത്തിൽ അവർക്കും ഇവിടെ കഴിയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും നമ്മൾ കണക്കാക്കുന്ന സമയത്ത് അവർക്ക് ഇവിടെ വരാനും ഇവിടുത്തെ ഭക്ഷണമോ ഇവിടുത്തെ സൗകര്യങ്ങളോ ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരും അവരവരുടെ ബേസിക് ആയിട്ടുള്ള നീഡിനെ അവരവർ കണ്ടെത്തണം നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന ഒരാൾക്ക് അതില്ല എങ്കിൽ നമ്മൾ ഇവിടെയുള്ള ഫെസിലിറ്റി എന്താ വെച്ചാൽ അത് ഷെയർ ചെയ്യും. അതേസമയം നമ്മളിപ്പോ ഒരു വലിയ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഒക്കെ ചെയ്യുന്നത് പോലെ വീടില്ലാത്തവരെ വീട്ടിൽ വെച്ചു കൊടുക്കുക, വരുന്നവർക്ക് മുഴുവൻ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു അവസ്ഥയല്ല. ഇവിടെ ഉള്ള ഫെസിലിറ്റി നമ്മൾ എത്രത്തോളമാണോ യൂസ് ചെയ്യുന്നത്, ആ യൂസ് ചെയ്യുന്ന ഫെസിലിറ്റി ഇവിടെ വന്നു ചേരുന്ന മറ്റൊരാൾക്ക് അതില്ലെങ്കിൽ അയാൾക്ക് നമ്മളത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പാലിക്കുന്ന ഒരു കാര്യം. ഗിഫ്റ്റ് ഇക്കോണമി എന്നുള്ളത് ഒരു പ്രോപ്പർട്ടി ഓണർഷിപ്പിന്റെ പ്രോപ്പർട്ടി അതോറിറ്റിയുടെ അപ്പുറത്തുള്ള ഒരു ആശയമാണ്. പ്രോപ്പർട്ടി എന്നുള്ളത് സ്റ്റേറ്റിന്റെ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതേസമയം ഒരു ദേശത്തിന്റെ, ഒരു നാടിന്റെ, ഭൂമിയുടെയാണ്, പ്രകൃതിയുടെയാണ് എന്ന് പറയുന്ന ഒരു 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 പ്രാകൃതിക വഴിയുമുണ്ട്. അപ്പോ നമ്മുടെ ഇവിടെയുള്ള സ്ഥലവും വിഭവങ്ങളും എല്ലാം ഇവിടുത്തെ പ്രകൃതിയുടെയാണ്. അതോറിറ്റി ഈസ് നേച്ചർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അതോറിറ്റി ഈസ് നേച്ചർ ആവുന്ന സമയത്ത് ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു ഡൊനേറ്റ് എ തിങ് ഓർ ടു സാങ്ഷൻ എ തിങ് ടു അതേഴ്സ്. ഞാൻ അവിടെ ഒരു ടൂള് മാത്രമാണ്, ഞാൻ ഒരിക്കലും അതിന്റെ അതോറിറ്റി അല്ല. സോ ഐ നീഡ് നോട്ട് തിങ്ക് ദാറ്റ് ഐ എം ഡൊനേറ്റിംഗ് സംതിങ് ടു സംബഡി. അപ്പോ ഞാൻ അവർക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല. ഗിഫ്റ്റ് ഹാസ് ഗിവൺ ബൈ ദ നേച്ചർ. അതാണ് പ്രകൃതി നമുക്ക് സമ്മാനമായി തന്നിട്ടുണ്ട്. അത് എനിക്ക് നൽകിയതുപോലെ നിനക്കും അത് ബാധകമാണെന്ന രീതിയിൽ പരസ്പരം ഷെയർ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയാണ് ഗിഫ്റ്റ് ഇക്കോണമിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ദർശനം.
അത് തന്നെയാണ് ഇക്കോ വില്ലേജുകളിലൊക്കെ സാധിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗിഫ്റ്റ് ഇക്കോണമിയുടെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നു ചേരുന്നവരെയാണ് ഗിഫ്റ്റ് ഇക്കോണമിയെ എൻജോയ് ചെയ്യാൻ ഈ കമ്മ്യൂണിറ്റി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കാര്യം. കാരണം ജനറൽ സൊസൈറ്റിയിലെ എല്ലാം പണം കൊടുത്ത് വാങ്ങിച്ച് എല്ലാം മറ്റേ തൂക്കമിട്ട് മൂല്യം കണ്ടെത്തി ജീവിക്കുന്ന ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇവിടെയുള്ള എല്ലാത്തിനും ബന്ധങ്ങൾക്ക് വരെ ഇത്തരത്തിലുള്ള ഒരു പണാധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു പണാധിഷ്ഠിത കാഴ്ചയിൽ നിന്നുകൊണ്ട് അവരൊരു കാര്യത്തെ കാണുന്ന സമയത്ത് അവർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു ചെറിയ എക്സ്പീരിയൻസ്, ഉദാഹരണത്തിന് ഒരു വൺ ഡേ പ്രോഗ്രാമിനോ ഒരു ക്യാമ്പിനോ വന്നാൽ പോലും ഇവിടെ നിന്ന് കിട്ടുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ അവരെ സംബന്ധിച്ചോളം ദേ ഹാവ് പെയ്ഡ്, സോ ഇറ്റ്സ് ദെയർ റൈറ്റ് ടു റിസീവ് ദ തിങ് എന്നുള്ളതായിരിക്കും. അതല്ലെങ്കിലോ അവർക്ക് അത് കിട്ടുന്നത് ഫ്രീ ആണ്. നമ്മളെ വരുന്ന ആൾക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഫ്രീ ആണ്. ഫ്രീ ആയിട്ടുള്ള ഒന്നിനും മൂല്യമില്ല. സോ ഇറ്റ്സ് വർത്ത്ലെസ് എന്നുള്ള രീതിയിലാണ് അവരതിനെ കണക്കാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഗിഫ്റ്റ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ നടപ്പിലാക്കുന്നത്, ഞാൻ എന്റെ ജീവിതം കൊണ്ട് പഠിച്ചതും നടപ്പിലാക്കിയിട്ടുള്ളതും ഇത് എന്തെന്ന് ബോധ്യപ്പെടാൻ കഴിയുന്നവർക്കാണ്. അത് കഴിയുന്നവർക്ക് നമുക്ക് ഏത് അളവിൽ വേണമെങ്കിലും പോകാം. അത് കഴിയാത്തവരോട് നമ്മൾ ഒരളവും കാണിച്ചിട്ട് കാര്യമില്ല. എത്ര അളവ് കാണിച്ചിട്ടും അവർക്ക് മനസ്സിലാവില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മാത്രമല്ല അത് തിരിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുകയോ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് ഈ സംഭവത്തിനെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും ഒരുമിച്ച് നിരീക്ഷിക്കാനുള്ള ഒരു കാഴ്ച ഉള്ളവർക്കാണ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിക്കാണ് ഗിഫ്റ്റ് ഇക്കോണമിയെ നടപ്പിലാക്കാൻ കഴിയുക. സോ ദിസ് ഈസ് മൈ ആൻസർ, തോമസ് ചേട്ടൻ. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമായോ? അയ്യോ, ക്ലിയർ ആവുന്നില്ല, കേൾക്കുന്നില്ല. എന്റെ കുഴപ്പമാണോന്ന് അറിയില്ല, കേൾക്കുന്നില്ല ചേട്ടാ. ആ പറയൂ. കമ്മ്യൂണിറ്റി ലിവിംഗില് അത് മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിലേക്ക് എങ്ങനെ സംഭാവന ചെയ്യുന്നത്, ഏത് രീതിയിലാണ് സംഭാവന ചെയ്യുന്നത്, അത് ഓരോ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിലെ മൊത്തത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ചോദ്യം വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും മനസ്സിലായത് കമ്മ്യൂണിറ്റിയിൽ ഇതെങ്ങനെയാണ് നിർവഹിക്കുക ഓരോ വ്യക്തിയിലും എന്നുള്ളതാണോ ചോദ്യം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നമ്മളിപ്പോ ഇവിടെ വരുന്ന വ്യക്തികൾ ഒന്നുകിൽ അവർ ഒരു എൻറ്റിറ്റി ആയിട്ടാണ് നമ്മളെ കണക്കാക്കുക. ഒന്നുകിൽ അവരൊരു ഇൻഡിവിജ്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓർ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള എന്തിന്റെയെങ്കിലും റെപ്രസെന്റേഷൻസ് ആയിട്ടായിരിക്കും വരിക. അപ്പൊ ഈ വരുന്ന ഒരു എൻറ്റിറ്റിയെ നമ്മൾ ഒരു എൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കുക. ആ ഒരു എൻറ്റിറ്റിക്ക് വേണ്ടുന്ന ഫെസിലിറ്റി എന്താണ്? അത് ചിലപ്പോൾ ഫുഡ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു വിസ്ഡത്തിന്റെ ഒരു ഷെയറിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺസേൺ, ഒരു കൺസിഡറേഷൻ ആയിരിക്കാം അവർക്ക് വേണ്ടത്. അത് എന്താണെങ്കിലും അത് നൽകുക എന്നുള്ളത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ കൾച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബിഹേവിയർ ആയിട്ട്. ഇപ്പൊ ഒരാൾ ഇവിടെ കയറി വരികയാണെങ്കിൽ വരുന്നവരോട് നമ്മൾ ആദ്യം ഇരിക്കാൻ പറയും. അവർക്ക് എവിടുന്ന് വരുന്നു എന്ന് ചോദിക്കും. ഉടനെ തന്നെ ആരെങ്കിലും കൊണ്ട് വെള്ളം കൊടുക്കും. ഇത്രയൊക്കെ നമ്മൾ സാധാരണ രീതി ചെയ്യും. അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ടാണോ വരുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കും. അവരോട് നമ്മൾ സന്ദർശകരെ സ്വീകരിക്കാറില്ല എന്നുള്ള കഥ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ പറയുള്ളൂ. പെട്ടെന്ന് കയറി വരുന്ന ഒരാളോട് പോലും നമ്മൾ ഇങ്ങനെയാണ് പെരുമാറുക. അതിനുശേഷം അവർ നമ്മുടെ കൂട്ടത്തിൽ അവിടെ വന്ന് നിൽക്കുകയാണെങ്കിലും, കുറച്ചു നേരം ചെലവാക്കുകയാണെങ്കിലും, ഒരു ക്യാമ്പിന് വന്നതാണെങ്കിലും, അല്ലെങ്കിൽ കുറച്ചു നാൾ നിൽക്കാൻ വന്നതാണെങ്കിലും, എങ്ങനെയാണെങ്കിലും അവരുടെ ആവശ്യം എന്തെന്ന് അറിഞ്ഞ് അതിന് നമുക്ക് പാലിക്കാവുന്ന ഒരു അളവിലേക്ക് അതിനെ കൊണ്ട് എത്തിച്ചതിന് ശേഷം അവിടെ നമ്മൾ അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് കൊടുക്കുന്നു. ഇപ്പൊ വരുന്ന ഒരാൾക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിന് പൈസ പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ളതൊന്നും നമ്മുടെ ചോദ്യമല്ല. അവർക്ക് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ സമയത്ത് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കും.
അത് ക്ഷീണിച്ച് ഒക്കെ വരണ്ടു വരുന്നവരാണെന്നുണ്ടെങ്കിൽ, അവർ വല്ലാത്തൊരവസ്ഥയിൽ വരുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള നമ്മുടെ ടൈം ടേബിളോ മറ്റുള്ളതൊന്നും പ്രശ്നമല്ല, അവർക്ക് വേണ്ടി എല്ലാം കൊടുക്കും. അപ്പോ ഈ രീതിയിൽ നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് അവരുടെ പൊട്ടൻഷ്യാലിറ്റിയെ കുറിച്ചും അവർക്ക് സെൽഫ് റിലയൻസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനോ സ്വന്തം അഭിപ്രായത്തിൽ നിൽക്കാനോ കഴിയുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപക്ഷെ അന്വേഷിക്കുക പോലുള്ളൂ. അവര് കൺസേൺഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ അവര് ഒരു എന്താ പറയാ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ. പിന്നെ ബാക്കിയുള്ള കാര്യം എന്ന് വെച്ചാൽ ബിയോണ്ട് the facilities and availabilities of the community, അവര് ഗ്രോ ചെയ്യുന്ന സമയത്ത് എന്നുവെച്ചാൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ 2 നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു. ബേസിക് ആയിട്ടുള്ള ഫുഡും ബേസിക് ആയിട്ടുള്ള കോസ്റ്റ്യൂമും ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു. നമ്മളിവിടെ നമ്മുടെ കാര്യങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ കാര്യങ്ങളെ പ്രചരിപ്പിക്കാനും ചില ബന്ധങ്ങൾ നിലനിർത്താനും വേണ്ടിയിട്ട് ഫോൺ ഉപയോഗിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ വന്ന് ജീവിക്കുന്ന ആളുകളും ഈ ഫെസിലിറ്റി എല്ലാം യൂസ് ചെയ്യാൻ നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് നമ്മുടെ ഇവിടുത്തെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് അവസാനം ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാവുകയും സോഷ്യൽ മീഡിയ എന്റർടൈൻമെന്റിന് മാത്രമായിട്ട് ഉപയോഗിക്കുകയും അത് വേണ്ടെന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കുകയും നമുക്ക് പബ്ലിക് ഇന്ററാക്ഷൻ ഇല്ലാണ്ട് എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ വെച്ചാൽ നിങ്ങൾ ജനാധിപത്യ വിരുദ്ധമായിട്ടല്ലേ സംസാരിക്കുന്നത് ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരെ നമുക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളിവിടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് നമ്മുടെ വിഷയങ്ങളെ പബ്ലിക്കിന്റെ ഇടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രൊപ്പഗേഷന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഇതിൽ കയറി ഇരിക്കുക എന്നുള്ളതല്ല. ഇതിൽ തന്നെ ഇരിക്കുന്ന ഒരാൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഉദാഹരണമാണ്. ഇതുപോലെ എത്രയോ കാര്യങ്ങൾ ഇപ്പോ അവരവരുടെ ഇപ്പോഴത്തെ കാര്യമല്ല, പഴയ കഥകളിലൊക്കെ പല വീടുകളിലെയും നമ്മുടെ കൂട്ടത്തിലേക്ക് വരുന്നു ചില ആളുകൾ. അവര് നമ്മുടെ മെമ്പറാകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോ അവരുടെ ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലൊരു ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തെന്ന് വരും. ചിലപ്പോൾ അവരുടെ വീട്ടിലൊരു കല്യാണം നടക്കാണ്ട് ചിലപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തെന്ന് വരും. ചിലപ്പോൾ കല്യാണം നടത്തി കൊടുക്കും. കല്യാണത്തിന്റെ പിറ്റേ ദിവസം പോലെ അവരെ നമുക്ക് കാണാൻ കഴിയില്ല. ഇതുവരെയുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. ചിലരൊക്കെ കല്യാണം കഴിഞ്ഞും വന്നുപോയവരുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അവരെ നമ്മൾ ഇതിന് പാർട്ടായിട്ട് കണ്ടിട്ടില്ല. 4-5 കല്യാണങ്ങള് 7-8 കല്യാണങ്ങൾ നമ്മൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ആ ഗിഫ്റ്റ് നമ്മൾ പറയുന്ന നമ്മുടെ ആ ഗിഫ്റ്റിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ ഗിഫ്റ്റ് മൈൻഡ് സെറ്റിന്റെ അല്ലെങ്കിൽ ഗിഫ്റ്റിംഗ് മൈൻഡ് സെറ്റിന്റെ ഗുണഭോക്താക്കളായി വന്നവരാണ്. ആ ഗുണം കിട്ടിക്കഴിയുമ്പോൾ, ഗുണഭോഗം ചെയ്ത് കഴിയുമ്പോൾ അവർ അതുവഴി മിണ്ടാതെ പോകുന്നതാണ് പതിവ്. കാരണം അവര് ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. അവരോട് ഈർഷ്യ കാണിക്കുന്ന നമ്മുടെ മെമ്പർമാരോട് ഞാൻ പറയാറുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നിട്ട് ഞാൻ എന്റെ ഏകാന്തതയിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അത് എന്റെ വശം. പക്ഷേ ഗിഫ്റ്റ് ഇക്കോണമി എന്നുള്ളതിനെ നമുക്ക് പാലിക്കാൻ, മനസ്സിലാകാത്തവന്റെ അടുത്ത് പാലിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫീസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഫീസൊക്കെ തന്നിട്ട് ഇവിടെ വന്ന് പങ്കെടുക്കുന്ന ആളുകള് അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാവും, നമുക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലാവുന്ന സമയത്ത് ഒരു ഫീസും ഇല്ലാതെ, ഒരു ഇങ്ങനെയുള്ള നീക്കുപോക്കുകളൊന്നും ഇല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് പോകുന്ന വളരെ ഭംഗിയായിട്ടുള്ള രൂപം നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ വോളണ്ടിയർമാരൊക്കെ എങ്ങനെയാണ്, ഫീസ് തന്നു വന്നവരാണൊക്കെ. പക്ഷെ ഇപ്പൊ അവര് ഫീസ് തരുന്നുമില്ല. അവര് കഴിയുമെങ്കിൽ തിരിച്ചു പോകാനുള്ള കാശ് വരെ ഇവിടുന്ന് വാങ്ങിക്കില്ല. അവര് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സ്വയമേവ അറിഞ്ഞ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് ഗിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഗിഫ്റ്റ് ചെയ്യുന്നത്. ഇതൊരു സോഷ്യൽ കോസ് ആണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. അതല്ല, ഇതിനൊക്കെ എന്റെ കൺസ്യൂമറിസ്റ്റിക് പർച്ചേസിങ് കേപ്പബിലിറ്റിയുടെ ഒരു പാർട്ടായിട്ട്, ഒരു സ്റ്റോർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഷെൽഫായിട്ട് ഒളിമ്പസിനെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എൻവയോൺമെന്റൽ ഓർഗനൈസേഷനെയോ ഇക്കോവിലേജസിനെയോ കൺസിഡർ ചെയ്യാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് അത്തരമൊരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ ദെൻ അത് വേറൊരു സിനേറിയോ ആണ്. അവരെ കൈകാര്യം ചെയ്തിട്ട് വേറെ ചില നിയമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു തോമസ് ഏട്ടനെ ഞാൻ പറഞ്ഞതിൽ നിന്നും അത്യാവശ്യം കിട്ടിയിട്ടുണ്ടാവും ഉത്തരം. ഓക്കെ, ശരി. ഇനി ചോദ്യങ്ങളുള്ളവരൊന്ന് എഴുതിയിടുക. ശ്രീ ബോബി ജോസ്, നമസ്കാരം. നമസ്കാരം.
നമസ്കാരം. ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടല്ലോ അല്ലെ? ഒരു 4-5 മാസം മുമ്പ് ഒരിക്കൽ കയറിയിരുന്നു. ശരി. അങ്ങനെ സ്ഥലം ഒന്നുകൂടെ പറയാമോ? ഞാൻ പരിചയപ്പെടുത്തി. എറണാകുളം. എന്താ ചെയ്യുന്നത്? ഞാൻ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലാണ്. മുത്തൂറ്റ് മിനിയില് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. മുത്തൂറ്റ് മിനിയുടെ കോർപ്പറേറ്റ് ഓഫീസ്. ഓക്കെ. ഇത് സ്ഥലം പാലക്കാടാണോ? നമ്മുടെ പാലക്കാട് ജില്ലയില് ആലത്തൂർ താലൂക്കില് പാടൂർ എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ ഇക്കോ വില്ലേജ്. ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് നമ്മുടെ ഗുരുകുലത്തിലാണ്. അത് ചിറ്റൂർ താലൂക്കില് തത്തമംഗലം എന്ന് പറയും. ഞാൻ 4-5 മാസം മുമ്പ് ഒന്ന് കയറി. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എനിക്കൊരു ചോദ്യം ഉള്ളത്, എനിക്കൊരു ടൂർ പോലെ ഇപ്പൊ ഒരു അവധി ദിവസം കിട്ടിയാല് ടൂർ എന്റെ ഫാമിലി ആയിട്ട് അവിടെ വരാൻ പറ്റുമോ എന്നതാണ്. നമ്മള് എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ നമ്മളവിടെ സഹവാസമോ സത്സംഗമോ നടത്തുന്നുണ്ട്. ഇത് മാത്രമാണ് നമ്മൾ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് വെക്കുന്നത്. സമയങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു ഒന്നാമത് ഒരാള് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യാനുള്ള മാൻ പവറും ടൈമും നമുക്ക് ഉണ്ടാവണം. നമുക്ക് അതവിടെ ഉണ്ടാവില്ല, പലപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ, കാരണം ഇതൊരു വലിയ സംവിധാനമായിട്ടില്ല, ഒന്നും അറിയില്ല. പിന്നെ നമ്മൾ ഇതൊരു പെയ്ഡ് സംവിധാനമാണെങ്കിൽ നമുക്ക് കുറച്ചുപേരെ ജോലിക്കൊക്കെ നിർത്തി അങ്ങനെ കൊണ്ടുപോകാം. ഇത് വോളണ്ടിയർമാരെ കൊണ്ട് മാത്രം നടന്നു പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പോ ഇത് നമ്മളപ്പോ മാസത്തില് ഒരു ദിവസം, 1-2 ദിവസം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. സെക്കൻഡ് സാറ്റർഡേ നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. ആ സമയത്ത് വരികയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് പോവാം. മറ്റു സമയം എന്റർടൈൻ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓൺലൈൻ പ്രോഗ്രാമുകളെല്ലാം വെക്കുന്നത്. ഈ ആദ്യം നമ്മളുടെ അടുത്തേക്ക് വരുന്നവര് എന്താണ് ഇത്, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. എവിടേക്കാ പോകുന്നത്, എന്താ അവിടെ നടക്കുന്നതെന്നൊക്കെ, അതൊക്കെ ഇവിടെ നിന്ന് അറിയുക. ഇതിന്റെ ഒരു മോളില് പിന്നെ അവിടേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാവും. പാലക്കാട് ടൗണിൽ നിന്ന് എത്ര ദൂരമാണ് ഇത്? ഇപ്പോ അവിടുന്ന് എറണാകുളത്ത് നിന്ന് വരികയാണെങ്കിൽ തൃശ്ശൂര് അല്ല, ഹൈവേ വഴി പോയിട്ടുണ്ടല്ലോ അല്ലെ? അപ്പോ നമ്മള് വടക്കഞ്ചേരി ടോൾ ഗേറ്റ് എത്തുന്നതിന് മുമ്പ് ഇടതുവശത്തേക്ക് ഒരു വഴിയുണ്ട്. ആ വഴി കയറി വന്നു കഴിഞ്ഞാൽ ടോൾ ഗേറ്റിൽ കയറാതെ നേരിട്ട് പാടൂരെത്താം. ഇത് തൃശ്ശൂരിന്റെയും പാലക്കാടിന്റെയും ഇടയിലാണ്, ബോർഡറിലുള്ള സ്ഥലം. അതല്ല, മെയിൻ റോഡ് വഴി വരാനാണെങ്കിൽ ആലത്തൂരിന്ന് പഴയന്നൂർ റോഡിലേക്ക് കയറുന്നതാണ് ഉചിതം. ആലത്തൂരിന്ന് 10 കിലോമീറ്റർ. ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജ് എന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എന്ത് ഇക്കോ വില്ലേജ് എന്നാണ്? ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജ്. ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജ് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്? സജി, പിന്നെ ഷംസു ചേട്ടൻ, പൊന്നി, പിന്നെ ബോബി ചേട്ടന് തന്നെ വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആവാം. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ഓഗസ്റ്റ് 15 ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അവധി ദിവസമാണ്, അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ വരാൻ പറ്റത്തില്ല അല്ലേ? ഇല്ല, മാത്രമല്ല ഇപ്പൊ നമ്മളവിടെ ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ്. എന്ന് വെച്ചാൽ അവിടെ ഇപ്പോ ഒരു വോളണ്ടിയർ, 2 വോളണ്ടിയേഴ്സ് മാത്രമേ ഉള്ളൂ. മറ്റേ ഫ്ലഡിന്റെ ഒക്കെ ഒരു ത്രെട്ട് വന്നപ്പോ നമ്മള് ക്യാമ്പുകൾ ഒരു 3 മാസത്തേക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ക്യാമ്പിന്റെ പ്രശ്നം എന്താ വെച്ചാല്, ആളുകളെ വന്നു കഴിഞ്ഞാല് അവരവിടെ താമസിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കൂടുകയോ അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോ നമ്മൾ ആ സമയത്ത് കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. അപ്പോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മാനേജബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ അവിടെ താമസിച്ചു തുടങ്ങിയതിന്റെ ആദ്യ വർഷമാണ്. നമ്മളെ എക്സ്പീരിയൻസസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് വരിക, എന്തൊക്കെ സാധ്യതയുണ്ട്, വെള്ളം പൊങ്ങുകയാണെങ്കിൽ എത്ര വരെ പൊങ്ങും, വരുമ്പോ എന്തൊക്കെ വഴി എത്രത്തോളം കേടാവും, നമ്മൾ ആ സമയത്ത് എന്തെല്ലാം ഫെസിലിറ്റീസ് കരുതേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളേ.
ഓക്കെ, ചോദ്യങ്ങൾ ഒളിമ്പസ് ടോക്സ് മാളുന്റെ ആണോ ചോദ്യം? അതെ അതെ, ചോദിക്കും. നമ്മള് പിന്നെ അതായത് നമുക്ക് ചുറ്റും ഇപ്പൊ ഒരുപാട് ഇതുപോലുള്ള ടോക്സ് അല്ലെങ്കിൽ എന്താ പറയാ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ടിപ്സ് അങ്ങനെ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിൽ തന്നെ പറയുന്നത് മുഴുവൻ അടുത്ത നിമിഷം എങ്ങനെ നമുക്ക് നന്നായിട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇതിപ്പോ കേൾക്കുന്നവരാണെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരല്ല, പൊതുവെ ഒരുപാട് കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഒക്കെ ഇത് നമ്മൾ പറയാറുണ്ട് പ്രാക്ടീസ് ചെയ്താലേ കാര്യമുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ആ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു തോന്നൽ ആരിലും വരാത്തത്? ജസ്റ്റ് കേട്ടു പോവുക മാത്രം ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും അതിലെ ഓരോ കാര്യവും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിൽ കൂടുതൽ ജീവിതത്തിൽ വേറൊന്നും അന്വേഷിക്കേണ്ടി വരില്ല, അത് ആ വഴി തന്നെ പോയാലും. പക്ഷെ എല്ലാവരും ഇതിനെ കേട്ടുപോവുക എന്നല്ലാതെ അത് ജീവിതത്തിലേക്ക് എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കാത്തത്, സംഭവിക്കാത്തത് എന്നുള്ളത്? ഈ മോട്ടിവേഷൻ എന്നുള്ള വിഷയം ഏത് കാലത്തും മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ, മനുഷ്യൻ ഭാഷ ഉപയോഗിച്ച് കൺവേ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഇവിടെയുള്ളതാണ്. അപ്പോ ഏത് കാലത്തും പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹാരങ്ങള് ഉണ്ട്. പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് ചില പരിഹാരങ്ങളെ കാണും, പരിഹാരങ്ങൾ ചെയ്യും, അതിങ്ങനെ പരിഹരിച്ചു പോകും. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവും ഒരു പ്രശ്നത്തെ കാണുമ്പോൾ ഈ പരിഹാരം ഉപയോഗിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് കടക്കാനാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴെല്ലാം പ്രശ്നങ്ങൾ കാണുന്നോ, പ്രശ്നങ്ങളിൽ പെടുന്ന ആളുകളെ കാണുന്നോ, ആ സമയത്തെല്ലാം തന്നെ ഇത് മുൻകൂർ കണ്ടെത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സൊല്യൂഷൻസിലേക്ക് പോകാൻ കഴിയും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് പറയാൻ വെമ്പും, പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവരുടെ ഉത്തരവാദിത്തമാണ് പറയുക എന്നുള്ളത്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പ്രതിസന്ധി എന്താണ് എന്ന് അന്വേഷിക്കുക എന്നുള്ളത് ഒരു കൂട്ടരുടെ അന്വേഷണമാണെങ്കിൽ, പരിഹാരം എന്തെന്ന് അന്വേഷിക്കുക കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടരുടെ അന്വേഷണമാണ്. പരിഹാരങ്ങൾ എന്താണ് എന്നുള്ളൊരു അന്വേഷണം ഒരു കൂട്ടർക്ക്, പ്രശ്നങ്ങൾ ഇതാണ് എന്ന് പറയുക എന്നുള്ളത് മറ്റൊരു കൂട്ടർക്ക്, പ്രശ്നത്തിന് പരിഹാരം എന്ത് ചെയ്താൽ നേടാൻ കഴിയുമെന്ന് അന്വേഷിക്കുന്ന വളരെ കുറച്ചു പേർ, വളരെ ചുരുക്കം ആളുകൾ ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കും. അതിന് ഈ വേറെ ആരെങ്കിലും മോട്ടിവേഷൻ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഇവരിതിന്റെ അപ്പുറത്തോട് കടന്നപ്പുറത്തേക്ക് പോകും. അപ്പോ ഏത് കാലത്തും ഇതിങ്ങനെയുണ്ട്. എനിക്കറിയാവുന്ന ചില ആളുകളുണ്ട് 30-ലേറെ വർഷങ്ങളായിട്ട് അഫർമേഷൻസ് ഉപയോഗിച്ച് സെൽഫ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്. അന്നും ഇന്നും ലൈഫ് സ്റ്റൈലിൽ വലിയ മാറ്റമൊന്നുമില്ല. കാലങ്ങൾ കൊണ്ട് ലോകത്തിനുണ്ടായ മാറ്റം, അന്ന് എല്ലാവരും സൈക്കിളിൽ നടക്കുന്നു, ഇന്ന് എല്ലാവരും കാറിൽ നടക്കുന്നു എന്നുള്ള മാറ്റം പുള്ളിയിലും വന്നിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ജീവിതത്തിന്റെ ഓവറോൾ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ പുള്ളിക്ക് അത് ആ 30 വർഷങ്ങൾ കൊണ്ട് ആ മോട്ടിവേഷനിൽ എന്തെങ്കിലും ഒരു പുതിയ അപ്ലിഫ്റ്റ്മെന്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്റെ ചുറ്റുമുള്ള ഒരുപാട് പേരിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇങ്ങനെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മോട്ടിവേഷനാൽ ഇൻസ്പയർഡ് ആവുന്നുണ്ട്. ഡെവലപ്പ് ആകേണ്ടവർ ഡെവലപ്പ് ആയി പോകും. ഡെവലപ്പ് ആകാനുള്ള പാരഡൈം ഉണ്ടാകണം, ഡെവലപ്പ് ആകാനുള്ള പ്രോഗ്രാം ഉണ്ടാകണം, ഡെവലപ്പ് ആകാനുള്ള ഒരു ഡെസ്റ്റിനി അവർക്ക് ഉണ്ടാവണം. അതുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും. അതില്ലാത്തവർക്ക് ഈ സാധനം വർക്ക് ചെയ്യില്ല. ഇല്ലാത്തവർക്ക് ഇത് കിട്ടിയിട്ടും കാര്യമില്ല, ഉള്ളവർക്ക് ഇത് കിട്ടാതെ പോയിട്ട് കാര്യമില്ല. അത് സംഭവിക്കേണ്ടതാണ് സംഭവിക്കുക. മറ്റുള്ളതെല്ലാം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് പരിഹാരം പറയാൻ തോന്നും, അതുകൊണ്ട് പറയും. ഒരു കുട്ടി ഒരു ചെറിയ പ്രശ്നത്തിൽ ചെന്ന് ചാടുന്ന സമയത്ത് അതല്ല ഇതാണ് ചെയ്യേണ്ടത് എന്ന് പാരന്റിനെ പറയാൻ തോന്നുന്നു. പാരന്റിന്റെ അനുഭവം കൊണ്ടാണ്. ആ അനുഭവം കൊണ്ട് പാരന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടി അത് ഒരിക്കൽ പോലും ചെവി കേൾക്കില്ല എന്ന് വരും. കുട്ടി അത് ചെവി കേൾക്കാൻ, അത് കൈക്കൊള്ളാനാകുന്നത് അയാൾ വലുതായി കഴിയുമ്പോഴാണ്. ആ കുട്ടി വലുതായി കഴിയുമ്പോഴാണ് അത് കേൾക്കാൻ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും പറയാനൊന്നും ഇല്ലാത്ത അവസ്ഥയിലുമായിട്ടുണ്ടാവും. ഇതൊരു തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മോട്ടിവേഷണൽ ടോക്കുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതൊരു പാറ്റേൺ നമ്മുടെയൊക്കെ ഒരു എക്സ്പ്രഷന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഞാനിപ്പോ ഇവിടെ ഈ ഓപ്പൺ സെഷൻ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതല്ലാതെ ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഇവിടെയുള്ള ആർക്കെങ്കിലും നവോത്ഥാനം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലല്ല.
നിങ്ങൾ നവോത്ഥാനപ്പെടാൻ തയ്യാറായിരിക്കുന്ന സമയത്ത്, പിടിക്കാൻ ഒരു വള്ളി നോക്കുന്ന സമയത്ത് ആ വള്ളി ഒളിമ്പസ് ആകണമെന്ന് നിങ്ങൾ നിഷ്കർഷിക്കുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ആ വള്ളിയാണ്, നൂറ്റം കൊള്ളാമെന്ന് മാത്രം, അത്രേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയേറെ മോട്ടിവേഷണൽ ടോക്കുകളും എല്ലാം ഉണ്ടായിട്ടും ആളുകൾക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമില്ലാത്തതും. ഓക്കെ, ഒട്ടും പ്രയോജനമില്ല എന്നുള്ളതല്ല, പക്ഷെ പ്രയോജനം ഉണ്ടാകുന്നത് മുഴുവൻ ഇതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗവും. പക്ഷെ ഇതുകൊണ്ടല്ല ഉണ്ടാകുന്നത്, അത് അവരുടെ ആ സമയത്തെ ഒരു അപ്ലിങ്കിങ് ആക്ടിവിറ്റിയാണ്. അപ്ലിങ്കിങ് അല്ല, എന്താ പറയാ, എലിവേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഇതാണ് എന്റെ ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ, ചോദ്യങ്ങളുള്ളവരൊന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഒന്ന് എഴുതിയിടൂ കേട്ടോ. ബോബിയാണ്. ഈ അഫർമേഷന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു വ്യക്തി 30 വർഷം അഫർമേഷൻ, സെൽഫ് അഫർമേഷൻ അല്ലെങ്കിൽ ഓട്ടോ സജഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമില്ലെങ്കിൽ 30 വർഷം അദ്ദേഹം തുടർച്ചയായിട്ട് ചെയ്യുക. അതൊരു ബിലീഫ് സിസ്റ്റമാണ് ചേട്ടാ. അഫർമേഷനുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൊണ്ടു നടക്കുക എന്നുള്ളത് ഒരു ഭക്തന്റെ ഭക്തി ഏത് തരത്തിലാകാം. ശാസ്ത്രഭക്തിയാകാം, NLPയുടെ മുകളിലുള്ള ഭക്തിയാകാം, പിന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ ആക്ടിവിറ്റിയുടെ, സൈക്കോളജിക്കൽ പ്രാക്ടീസിന്റെ ഭാഗത്തിലുള്ള ഒരു ഭക്തിയാകാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അത് അയാൾ ചെയ്യുന്നത് ശരിയാണ്. അയാൾ അതിൽ അങ്ങനെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നു. ഐ ആം പോസിറ്റീവ് എന്ന് അയാളുടെ വീടിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു. ഇന്ന ആൾ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കുന്നു. അത് അങ്ങനെ എഴുതി വെക്കുന്നു. അത് അവരുടെ വിശ്വാസമാണ്. ആ എഴുതി വെക്കുന്നതിലൂടെ ഇപ്പൊ ശുഭലാഭം എഴുതിയിട്ട് വാചകങ്ങൾ തുടങ്ങുന്ന ഒരുപാട് എഴുത്തുകാരെനിക്കറിയാം. അപ്പൊ ഇതുപോലുള്ള അത് അവരുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി അവർ വെക്കുന്നു എന്നുള്ളതാണ്. 30 വർഷമായിട്ട് അത് ചെയ്തിട്ട് അവർക്ക് പോസിറ്റിവേഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് സംഭവിക്കും. ആ വിശ്വാസം കൊണ്ട് തന്നെ അവർ വീണ്ടും എഴുതി വെക്കും. അതിനും അപ്പുറത്തേക്ക് അതിന് കടന്നു പോകാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല. കഴിയാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. കഴിയാഞ്ഞിട്ടും അതങ്ങനെ എഴുതി വെക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ കമ്മ്യൂണിനകത്ത് തന്നെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പൊ ഇത്തരക്കാർ എന്റെ മുമ്പിൽ കൂടെ നിരന്തരം വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വിശ്വാസമാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇപ്പോ അഫർമേഷൻ കൊണ്ട് മാറ്റം ഉണ്ടാകില്ലേ? ഉണ്ടാകും. അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ മാറ്റം ഉണ്ടാവും. അയാൾ അഫർമേഷൻ ഉപയോഗിച്ചില്ലെങ്കിൽ മാറ്റം ഉണ്ടാവില്ല എന്നൊരു ചോദ്യം അടുത്ത് തന്നെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അപ്പോഴും അയാളുടെ ഡെസ്റ്റിനേഷനെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും മാറ്റം ഉണ്ടാവും. ആ സമയത്തെ അയാൾക്ക് അതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അഫർമേഷൻ പ്രോപ്പറായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആണ് കാര്യം. അല്ലാതെ ഇഷ്ടംപോലെ പേര് നിരന്തരം ഈ അഫർമേഷൻ പറഞ്ഞുകൊണ്ടും എന്തുകൊണ്ടാണ് അവർക്കൊന്നും മാറ്റമില്ലാത്തത്? ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷന്റെ ഒക്കെ മേഖലയിൽ ലക്ഷക്കണക്കിന് വീഡിയോകളാണ് യൂട്യൂബിലുള്ളത്. അതൊക്കെ കോടാനുകൂടി ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടെന്താ ലോകം മുഴുവൻ അത്ര വലിയൊരു ഫിനാൻഷ്യൽ ഹൈക്കിലേക്ക് പോകാത്തത്? ഇറ്റ്സ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി എനിവർ. ഒട്ടും വർക്ക് ചെയ്യുന്നില്ല എന്നല്ല, വർക്ക് ചെയ്യേണ്ടടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഫിനാൻഷ്യൽ മേഖലയിലാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറ്റു പല മേഖലകളിലും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ആ ആശ്രമം എന്ന് പറയുന്നത് ഇക്കോ വില്ലേജിന്റെ ഇപ്പൊ അവിടെ മുറ്റത്തുള്ള ആശ്രമം എന്ന് പറയുന്നത് ഇക്കോ വില്ലേജ് എന്നുള്ളത് ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു ദർശനമാണ്, ആശയമാണ്. പക്ഷെ അവിടുത്തെ ആശ്രമ ജീവിതം എന്നുള്ളത് എന്റെ സ്വപ്നമാണ്. ഞാൻ അവിടെ പോയി ജീവിക്കുക എന്നുള്ളതും ആ ഒരു ചെറിയ കുടിലിൽ ജീവിക്കുക എന്നുള്ളത്, പുഴയോരത്ത് ഇങ്ങനെ ആവുക എന്നുള്ളത്, കിളികളുടെയും ഒക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ആരുടെയും ശബ്ദമൊന്നും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാണ്. അതിന്റെ ആ ലോ ഓഫ് അട്രാക്ഷന്റെ കൃത്യമായിട്ടുള്ള പാലനമാണ് അവിടെ കാണുക. എന്നിട്ട് അവിടെ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് എന്തുകൊണ്ട് ഗ്രാമം ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ, ഇല്ല, സ്വപ്നം കണ്ടത് ഞാൻ ഇതാണ്. മറ്റത് ആശയം മുൻപോട്ട് വെച്ചു, ഇക്കോവിൽ എന്നുള്ള ആശയം മുൻപോട്ട് വെച്ചു. ഈ സ്വപ്നമാണ് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്, ആ സ്വപ്നമാണ് അവിടെ നടക്കുന്നത്. ഇവിടുത്തെ ഒരു ചെറിയ ഉപകരണങ്ങൾ പോലെ ഓരോ കാര്യങ്ങൾ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ലോ ഓഫ് അട്രാക്ഷന്റെയും അഫർമേഷന്റെയും ഒക്കെ, ഞാൻ അഫർമേഷൻ ഉപയോഗിച്ചിട്ടല്ല ഞാൻ അതൊന്നും ചെയ്യുന്നത്. എങ്കിലും ഞാൻ അഫർമേഷൻ പറഞ്ഞപ്പോ ലോ ഓഫ് അട്രാക്ഷനോട് കണക്ട് ചെയ്ത് പറഞ്ഞത് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യും എന്നുള്ളതിന്റെ തെളിവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തെളിവാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് മറ്റു പലരിലും ചിലരിലൊക്കെ അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, ചിലരിൽ അതെന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് ആ രൂപത്തിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റീസൺ അന്വേഷിച്ച് പോകുമ്പോഴാണ് മനസ്സിലായി ഇതെല്ലാം അവരുടെ പാരഡൈമിന്റെ ഭാഗമാണ്.
അപ്പൊ പാരഡൈമിന്റെ ഭാഗമായിട്ട് ഇത് കൊണ്ടു നടക്കുന്നോ ഇല്ലയോ, അഫർമേഷൻ കൊണ്ടു നടക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ഇയാളുടെ ഡെസ്റ്റിനിയാണ് ഇയാളെ കൊണ്ട് എത്തിക്കുക, ഇയാളുടെ പാരഡൈമാണ് അയാൾക്കുള്ള പാറ്റേൺ ഉണ്ടാക്കി കൊടുക്കുക. മറ്റുള്ളതെല്ലാം ഒരു എന്താ പറയാ, അതിനു വേണ്ടിയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് മാത്രം. ഞാനത് വൃത്തിയല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ പ്രൈം ആയിട്ടുള്ളത് ഡെസ്റ്റിനി തന്നെയാണ്. ചേട്ടാ അല്ല, ഏട്ടന് സാറ്റിസ്ഫൈഡ് ആയോ? അല്ലോ ഞാൻ പറയുന്ന ഒരു ഉത്തരത്തെ ജസ്റ്റ് കേട്ടു മാത്രമാണോ? അല്ല അല്ല, മനസ്സിലായി. ഡെസ്റ്റിനേഷനും ഡെസ്റ്റിനിയും അതെന്താണ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഡെസ്റ്റിനി ആൻഡ് ഡെസ്റ്റിനേഷൻ? ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരിടത്തുനിന്ന് തുടങ്ങുന്നു, മറ്റൊരിടത്തേക്ക് എത്തുന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടേക്കാണോ എത്തേണ്ടത് അത് ഡെസ്റ്റിനേഷൻ. അത് നോർമൽ വാക്കിലെ ഒരു ടേം ആണ് ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. അതേസമയം നമ്മൾ എന്നുള്ളത് ഒരു ബീയിങ് ആണല്ലോ. ഞാനൊരു എൻറ്റിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനൊരു ബീയിങ് ആണ്. അത് ബീയിങ് ആകുന്ന സമയത്ത് ഈ ബീയിങ്ങിന്റെ മാനിഫെസ്റ്റേഷന് മുമ്പായിട്ട് പ്രകൃതിയിൽ ഇതിനു വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിംഗ് നടന്നിട്ടുണ്ടാവും. സോ ദിസ് മാനിഫെസ്റ്റേഷൻ സംഭവിച്ചിട്ടുള്ളത് ഒരു എന്താ പറയാ, ഒരു ഉദ്ദേശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. അത് നമ്മൾ പറയുന്ന അനുസരിച്ച് ഹയർ സിസ്റ്റത്തിന്റെ നെസ്റ്റഡ് ഹയറാർക്കി എന്ന് പറഞ്ഞൊരു സിസ്റ്റം പ്രപഞ്ചത്തിലുണ്ട്. പ്രപഞ്ചം, സൗരയൂഥം, ഭൂമി, മനുഷ്യരാശി, ജീവരാശി, മനുഷ്യരാശി, മനുഷ്യൻ, അവയവം, കലകൾ, കോശങ്ങൾ, അങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഇതിൽ ഞാൻ എന്നുള്ള ജീവി ഇവിടെ നിൽക്കുമ്പോ എന്റെ ഹയർ സിസ്റ്റം എന്ന് പറയുന്നത് എന്റെ മനുഷ്യരാശി എന്ന് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് വിചാരിക്കാം, അല്ലെങ്കിൽ ഭൂമി എന്ന് വിചാരിക്കാം. ഈ ഭൂമി എന്ന അവയവത്തിന് ഞാൻ എന്ന കോശത്തിനെ കൊണ്ട് എന്തോ ഒരു ഉദ്ദേശ്യമുണ്ട്, എന്തോ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ആണ് എന്റെ ഡെസ്റ്റിനി. അപ്പൊ ഞാൻ എന്റെ ജീവിതം ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് ഈ പർപ്പസിനനുസരിച്ചാണ്. എന്റെ കൈ ഉണ്ടായിട്ടുള്ളത് എന്റെ ശരീരത്തിലേക്ക് വേണ്ടുന്ന ഭക്ഷണം എത്തിക്കാനോ എന്റെ ശരീരത്തിന് വേണ്ടുന്ന മറ്റെന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനോ വേണ്ടിയിട്ടുള്ളതാണ്. അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളതിന്റെ പ്രോഗ്രാമിംഗ് നടത്തിയിട്ടുള്ളത് എന്റെ ഹയർ സിസ്റ്റത്തിൽ, അതായത് ഈ കൈയുടെ ഹയർ സിസ്റ്റത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ഒരു നീഡ്, ആ നീഡിനനുസരിച്ചുള്ള ഒരു പർപ്പസ് ഡിഫൈൻ ചെയ്യുകയും ആ പർപ്പസിനനുസരിച്ച് ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുകയും സ്ട്രക്ചറിനനുസരിച്ച് എൻറ്റിറ്റികളെ ഓർഗനൈസ് ചെയ്യുകയും ആ ഓർഗനൈസേഷൻ അനുസരിച്ച് ഒരു ഫങ്ഷണൽ സിസ്റ്റത്തെ പ്രോഗ്രാം ചെയ്യുകയും ആ ഫങ്ഷണൽ സിസ്റ്റത്തിനനുസരിച്ച് ഒരു കറസ്പോണ്ടിങ് എന്ന് വെച്ചാൽ ചുറ്റുപാടുമായിട്ട് കറസ്പോണ്ട് ചെയ്യാവുന്ന, കോറിലേറ്റ് ചെയ്യാവുന്ന, അനുരൂപണത്തിലാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഫോഴ്സുകൾ ഡിസൈൻ ചെയ്യുകയും ഇന്ററാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഒരു എൻറ്റിറ്റിയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞത് വളരെ കുറച്ച് കാര്യങ്ങളാണ്, ഇനിയും 5 ഡയമെൻഷൻസ് പറയാനുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഉള്ള ഒന്നില് ഈ ഒരു ജീവിയുടെ പർപ്പസ് ആണ്, അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയുടെ പർപ്പസ് ആണ് ആ എൻറ്റിറ്റിയുടെ രൂപീകരണത്തിന് കാരണം. അപ്പോ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്റെ പർപ്പസ് ആണ് എന്റെ ഡെസ്റ്റിനിയെ തീരുമാനിക്കുക. എന്റെ പർപ്പസ് എന്തോ അതാണ് എന്റെ ഡെസ്റ്റിനി. എന്റെ പർപ്പസ് എന്താണോ പറയുന്നത് അതിനുവേണ്ടി ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നോ അപ്പോഴേക്ക് വരുന്ന കാര്യങ്ങളാണ് അതിന്റെ ഓരോ സമയത്തും ഡെസ്റ്റിനി. പ്രത്യേകിച്ചും രാത്രി ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് രാത്രി ലൈറ്റ് കാണുന്നിടത്തേക്ക് നമ്മൾ വണ്ടി ഓടിച്ചു കയറ്റും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അടുത്ത ഘട്ടം നമുക്ക് കാണാമാവും, അവിടേക്ക് നമ്മൾ വണ്ടി ഓടിച്ചു കയറ്റും. ഇങ്ങനെയൊക്കെ ഓടിച്ചാണല്ലോ പോകുന്നത്. അപ്പോ എവിടെയാണോ അതാണ് നമ്മുടെ ഡെസ്റ്റിനി എന്ന് കരുതിയാണ് നമ്മൾ പോകുന്നത്. അപ്പോ നമ്മുടെ ലൈഫ് പർപ്പസ് എന്തോ അതാണ് നമ്മുടെ ഡെസ്റ്റിനി. അതിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ തൽക്കാലത്തേക്ക് പോയി എത്തേണ്ട സ്ഥലം. ഡെസ്റ്റിനി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസിന്റെ ആ ലക്ഷ്യം എന്തോ അവിടേക്ക് പോകാനുള്ള പ്രേരണ, ആ വഴി, ആ ലക്ഷ്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ ഏട്ടാ? ചേട്ടാ നമസ്കാരം. എനിക്ക്
പിന്നെ ഈ സംഗീതത്തിന്റെ കാര്യത്തില് ഇപ്പൊ നഞ്ചി അമ്മ എന്നുള്ള ഒരു അവരൊക്കെ ദേശീയ അവാർഡ് കൊടുത്തു സംഗീതത്തിന്. അത് 2 പക്ഷമുണ്ട്. അപ്പൊ ഇത് സംഗീതം പഠിച്ചിട്ടില്ലാത്ത ആൾക്ക് എന്തുകൊണ്ട് കൊടുത്തു എന്നും അങ്ങനെ രണ്ട് തരം അഭിപ്രായങ്ങൾ പൊതുവെ വരുന്നുണ്ട്. ഇതിനെ പറ്റി എന്താണ് ഒളിമ്പസിന് പറയാനുള്ളത്? നല്ല ക്വസ്റ്റ്യൻ. ചോദ്യം നല്ല ചോദ്യമാണ്. സംഗീതത്തിന്, ശാസ്ത്രീയ സംഗീതത്തിനും തനത് സംഗീതത്തിനും തമ്മിലുള്ള ദൂരം എന്താന്ന് വെച്ചാല്, ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള കളികളും ഗതിവിഗതികളും ചെയ്യാൻ പാകത്തില് പരിശീലനം കിട്ടിയിട്ടുള്ള കൃത്രിമ രൂപമാണ്. ഞാൻ സംഗീതത്തിന്റെ ഏറ്റവും പഠിച്ചു നോക്കിയിട്ടുള്ള ഒരാളായതുകൊണ്ട് പറയാണ്, സത്യത്തിൽ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നത് സാങ്കേതിക സംഗീതമാണ്. സാങ്കേതിക സംഗീതം എന്ന് പറയുന്നത് കൃത്രിമവുമാണ്. ആ കൃത്രിമ രൂപത്തിൽ വരുന്നതല്ല സ്വാഭാവികമായിട്ടുള്ള സംഗീതം എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഒരാൾ പാടുന്നു, സ്വാഭാവികമായിട്ട് ഒരാൾ മൂടുന്നു എന്നുള്ളത് അയാളുടെ സ്വാഭാവികമായിട്ട് അയാളുടെ അകത്തുനിന്നും വരുന്നതാണ്. അങ്ങനെ വരുന്ന ഒരാള് മറ്റേ ആലാപനത്തിന് സുഗമമായ ഒരു ശൈലി കൊണ്ടുവരാൻ വേണ്ടി, അതിന് അനായാസം അവതരിപ്പിക്കാൻ വേണ്ടി അയാള് സാധനകളിലൂടെ നേടിയെടുക്കുന്ന ഒന്നാണ് അയാളുടെ ശാരീരം എന്ന് പറയുന്നത്. അതിന് കൃത്യമായ ക്രമവും രൂപവും ചിട്ടയും മട്ടവും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് സാങ്കേതിക സംഗീതം അഥവാ ശാസ്ത്രീയ സംഗീതം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ക്ലാസിക്കൽ സംഗീതം എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ അതിലൂന്നിയതാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് കേട്ടുവരുന്ന സംഗീതം. അതിന്റെ മേഖല കൈയടക്കി വെച്ചിട്ടുള്ളതാകട്ടെ ആ മേഖലകളിലെ പ്രാമാണികരായിട്ടുള്ള കുറെ ആളുകൾ, ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുള്ളവര്. അവരുടെ ശേഷികളെ ഞാൻ ഒരിക്കലും നിരാകരിക്കുന്നില്ല. ചലച്ചിത്ര മേഖലയിൽ ഒരു അവാർഡ് കൊടുക്കുന്ന സമയത്ത് അത് ചലച്ചിത്ര സംഗീതത്തിനാണെങ്കിൽ ചലച്ചിത്രമായി വന്നിട്ടുള്ള ഒരു പാട്ടിന്റെ ഗുണമേന്മയ്ക്കാണ് അവാർഡ് കൊടുക്കേണ്ടത്. അതാണ് കൊടുത്തതെങ്കിൽ നഞ്ചിയമ്മയ്ക്ക് അത് കിട്ടിയത് വളരെ കൃത്യമാണ്. അതേസമയം അവര് ചലച്ചിത്ര രംഗത്തെ ലളിതഗാനങ്ങൾക്കാണ് കൊടുത്തതെങ്കിൽ നഞ്ചിയമ്മ പാടിയത് ലളിതഗാനമല്ല, അത് നാടോടി ഗാനമാണ്. അതിപ്പോ മറ്റേ ഇത് കളിയാക്കി പറയുന്ന, നഞ്ചിയമ്മയെ പ്രതിക്കൂട്ടി കയറ്റി നിർത്തുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യവും അവരുടെ ഒരു പാട്ടോ ഒരു വഴിയോ അതൊന്നും തന്നെ ഈ കുറ്റപ്പെടുത്തിയവർക്ക് അവതരിപ്പിക്കാൻ പോലും കഴിയില്ല. കാരണം നഞ്ചിയമ്മയെ പോലുള്ള ഒരു തനത് കലാകാരി അവരുടെ ഉള്ളിലെ സംഗീതത്തെ കണ്ടെടുക്കുന്നത് അവരുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്നാണ്, അവരുടെ അകത്തുള്ള പ്രകൃതിയിൽ നിന്നാണ്. അതിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന സംഭവത്തെ ഒരിക്കലും സാങ്കേതിക സംഗീതവുമായിട്ട് ചേർത്തിണക്കി കാണാൻ മറ്റവർക്ക് കഴിയില്ല. കാരണം ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ പ്രകൃതിയുമായി ചേർത്ത് പോകാനുള്ള അനുഭവ പാഠങ്ങളും തുറവിയും തെരഞ്ഞെടുപ്പും വേണം. അത് സാങ്കേതിക സംഗീതം അഭ്യസിച്ചത് കൊണ്ട് കിട്ടില്ല. കാരണം ഞാൻ അത് അഭ്യസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കിട്ടില്ല. പ്രകൃതിയുടെ സംഗീതത്തെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എടുത്ത് ഒഴിവാക്കി കളഞ്ഞിട്ട് കേൾക്കാനുള്ള ഒരു സന്നദ്ധത വേണ്ടി വരും. ഇതിന്റെ ബ്രാഹ്മണ്യത്തിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ, സംഗീതത്തിന്റെ ബ്രാഹ്മണ്യത്തിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ മറ്റേതെല്ലാം കാണാതെ പോകും, അന്ധതയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോ ഇവിടെ തർക്കങ്ങൾ നടത്തുന്നവർ മനസ്സിലാകാതെ പോകുന്നത്, ഒരമ്മയ്ക്ക് അത് കിട്ടിയെങ്കിൽ അത് ചലച്ചിത്ര സംഗീതം എന്നുള്ള രൂപത്തിലാണ്. ചലച്ചിത്ര സംഗീതം സാങ്കേതിക രൂപത്തിലായിരിക്കണം എന്നിവരാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ ആ പറയുന്നതിനൊക്കെ ന്യായമുണ്ട്. അതല്ലാന്ന് വെച്ചാൽ അതിന് ന്യായമൊന്നുമില്ല. പിന്നെ ഇപ്പോ യേശുദാസിനെ പോലെയോ KS ചിത്രയെ പോലെയോ ജാനകി അമ്മയെ പോലെയോ ഒക്കെ പാടാൻ നഞ്ചിയമ്മയ്ക്ക് കഴിയുമോ ചോദിച്ചാൽ കഴിയില്ല. കാരണം സാങ്കേതിക സംഗീതം മറ്റൊന്നാണ്. അതിന് പ്രാവീണ്യം അഭ്യസിച്ച് കിട്ടുന്ന വേറൊരു പ്രാവീണ്യമാണ്. അത് മറ്റൊന്നാണ്, ഇത് വേറൊന്നാണ്. രണ്ടിനും അകത്ത് ഉള്ളത് ഏറ്റവും ആധാരമായിട്ടുള്ള സംഗീതമാണ്. അത് പ്രകൃതിയുടെയാണ്. അതിൽ ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്നത് നഞ്ചിയമ്മയാണ് എന്നുള്ളതാണ് എന്റെ പക്ഷം. ഒരു അഡീഷനും കൂടെ ഞാൻ പറയാം. പ്ലീസ്. അതായത് നമ്മള് പണ്ട് മുതലേ ഉള്ള ഒരു ഡിബേറ്റ് ആണ് ശാസ്ത്രവും കലയും.
കലയ്ക്കകത്ത് ശാസ്ത്രം കയറ്റിക്കഴിഞ്ഞാല് ഇത് ഈ ഒരു രീതിയിലോട്ട് മാറും. കാരണം കലയെ അവര് ശാസ്ത്രീയമായി കീറി മുറിച്ച് അതിന് റൂൾസും ചട്ടങ്ങളും എല്ലാം കൊണ്ടുവന്ന് ചെയ്യുന്ന അത് അതിൻ്റെതായിട്ടുള്ള പ്രയോജനമുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അതും ഒറിജിനൽ കല എന്ന് പറയുന്ന ഒരു പാട്ട്, ഒരു സംഗീതം ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദൈവസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കലയാണ്. ആ കലയ്ക്കകത്ത് ശാസ്ത്രീയം കേട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലേ അത് കലയാവുമൊന്നുമില്ല, നിർബന്ധമില്ല. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ശാസ്ത്രീയതയുടെ സാങ്കേതികതയിലൂടെ വന്നവർക്ക് അത് തോന്നത്തില്ല. കലയെ കലയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് അത് കലയായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ഇതിന്റെ തന്നെ മറ്റൊരു രൂപം പറയാം. പ്രാദേശിക ഭാഷാ രൂപങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട്. ഞാൻ ഒരു അധ്യാപക ദമ്പതികളുടെ മകനാണ്. എന്റെ വീട്ടില് മറ്റേ സ്റ്റാൻഡേർഡൈസ്ഡ് മലയാളം ഉപയോഗിക്കണമെന്ന് ചെറിയ കാലം മുതൽ തന്നെ നിഷ്കർഷയില് ശീലിച്ച് അതിൽ വളർന്നു വന്ന ആളാണ് ഞാൻ. അപ്പോ എനിക്ക് ചെറിയ കാലത്തൊക്കെ ഈ പ്രാദേശിക ഭേദങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളോട് നീരസമായിരുന്നു ഉണ്ടായിരുന്നത്, പുച്ഛമായിരുന്നു ഉണ്ടായിരുന്നത്. സത്യത്തിൽ ഭാഷ എന്തെന്ന് മനസ്സിലാകുന്നത് വരെയും ഞാൻ ഭാഷാ പ്രാവീണ്യമുള്ളവനാണെന്നുള്ള അഹങ്കാരവും എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഭാഷ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നും നല്ല രീതിയിൽ എഴുതുമെന്നും നല്ല രീതിയിൽ കവിതകൾ എഴുതുമെന്നും നല്ല രീതിയിൽ പ്രസംഗിക്കുമെന്നും ആലപിക്കുമെന്നും അക്ഷരസ്ഫുടതയോടുകൂടി ഗാനങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള ഒരു മൃതാഭിമാനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സത്യത്തില് പ്രാദേശിക ഭേദങ്ങളിലാണ് യഥാർത്ഥ ഭാഷ നിൽക്കുന്നത്. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ജീവൻ അതിനാണ് നിൽക്കുന്നത്. ഇത് എല്ലാവരെയും മനസ്സിലാക്കിക്കാൻ വേണ്ടി ഒരു പൊതു സംഭവം, ഇതൊരു നയമാണ്, ഒരു ഡിപ്ലോമസിയാണ് ഈ സാങ്കേതിക ഭാഷ എന്ന് പറയുന്നത്. അപ്പോ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്റെ ഭാഷ വളരെ നിലവാരമുള്ള ഭാഷയാണ് എന്നൊക്കെ രീതിയിൽ പ്രൈസ് ചെയ്യാറുണ്ട്. എന്റെ വിഷമം എനിക്കേ അറിയുള്ളൂ, പച്ചയ്ക്കാവാൻ പറ്റില്ല. അപ്പോ നമുക്ക് ആ പച്ചയായിട്ടുള്ള അവസ്ഥയിലാവണം എന്നുണ്ടെങ്കിൽ അതിന് ഈ കലർപ്പുകൾ, വർഗീസേട്ടൻ പറഞ്ഞ പോലെ സാങ്കേതികതയുടെ കലർപ്പുകൾ ഇല്ലാതിരിക്കുന്നതാണ് അതിന്റെ ശരി. പിന്നെ നമ്മൾ ഈ രണ്ടും ഉപയോഗിക്കാൻ നിയോഗിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ രണ്ടിനെയും വേറിട്ട് കാണാനും ഒരുമിച്ച് കാണാനും പരിശീലിക്കുന്നതാണ് യുക്തം. രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കേണ്ടി വന്നോ സന്തോഷം, വെവ്വേറെയാണോ അങ്ങനെ കാണുന്നതിന് സന്തോഷം. രണ്ടിനെയും താരതമ്യം ചെയ്യാതിരിക്കുക, ഒരുമിച്ച് കൈകാര്യത്തേണ്ടത് ഒരുമിച്ച് കൈകാര്യം, രണ്ടിനെയും താരതമ്യം ചെയ്യാതിരിക്കുക. സ്റ്റാൻഡേർഡൈസ്ഡ് ആവുക എന്നുള്ളത് അത് ഈ മറ്റേ ലോക അതോറിറ്റേറിയൻ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പൊതുവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു പൊതു പ്ലഗിനിൽ കയറ്റി നിർത്താൻ പാകത്തിലാണ് അത്. മറ്റേത് പൊതുവാക്കാൻ കഴിയില്ല. വൈവിധ്യം എന്നുള്ളത് നിൽക്കുന്നത്, ബയോഡൈവേഴ്സിറ്റിയുടെ ആ ഘടന നിൽക്കുന്നത് ഈ പ്രാദേശികതയിലാണ്, ഈ വ്യതിരിക്തതകളിലാണ്. അതുപോലെ തന്നെ ഈ തനത് നാടൻ അൺഅഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകളിലാണ്. കലയിലും ഭാഷയിലും ശാസ്ത്രത്തിലും സംഗീതത്തിലും ചികിത്സയിലും ഒക്കെ ഇത് ബാധകമാണ്. സതീഷ്. പിന്നെ ഇതിനെ കുറിച്ച് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ പൊളിറ്റീഷ്യൻസില് പിണറായി വിജയൻ സംസാരിക്കുന്നു, മണിയാശൻ മുൻമന്ത്രി മണിയാശൻ സംസാരിക്കുന്നു. ഇത് രണ്ടും ഈ പറഞ്ഞ രണ്ട് കാറ്റഗറിയിൽ വരുന്ന അല്ലേ? പറഞ്ഞുതരാം. അല്ല, അത് രണ്ടുപേരുടെയും പ്രാദേശിക ഭേദങ്ങളല്ലേ ഉപയോഗിക്കുന്നത്. രണ്ടുപേരും പ്രാദേശിക ഭേദങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മണിയാശൻ ഇടുക്കി ജില്ലയുടെയും മറ്റേ പിണറായി വിജയൻ ഉപയോഗിക്കുന്നത് കണ്ണൂരിന്റെ പ്രാദേശിക ഭേദമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് രണ്ടുപേരുടെയും പ്രഭാഷണങ്ങൾ ഒരുപാട് കേട്ട് പരിചയമില്ല. രണ്ടുപേരും നമ്മുടെ നാട്ടിലെ നേതാക്കളാണെന്നുള്ള പരിചയം മാത്രമേ എനിക്ക് അവരെ കുറിച്ചുള്ളൂ. അവര് അല്ലാണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് അവരെ അറിയില്ല. അപ്പൊ അവരുടെ ഭാഷണങ്ങൾ അത്തരത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് അവരുടെ വ്യക്തിപരമായ ഭാവമാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലാതെ പ്രാദേശികമെന്ന് പ്രത്യേകിച്ച് പറയാനൊക്കെ തോന്നുന്നില്ല. അറിയില്ല, അത് അവരോട് തന്നെ, അവിടെയുള്ള ആൾക്കാരോട് തന്നെ ചോദിക്കണം.
വേറെ ചോദ്യങ്ങൾ കഴിഞ്ഞോ?